ഒരു രക്ഷയില്ലാത്ത കിടിലൻ ബീഫ് റോസ്റ്റ് കണ്ടാൽ തന്നെ ഒന്ന് എടുത്ത് കഴിക്കുമെന്നോ അത്ര അടിപൊളിയായിരുന്നു. വേറെ എവിടെയുമല്ല, എബിൻസ് റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും എന്നോട് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലം എറണാകുളത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നമ്മുടെ കടവന്ത്രയിലുള്ള എബിൻസ് റെസ്റ്റോറൻറ്റാണ്. കിഡിലൻ ഫുഡും കിഡിലൻ ആംബിയൻസും റീസണബിൾ റേറ്റും അതാണ്. പിന്നെ അവരുടെ ഭയങ്കര അടിപൊളി സർവീസുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും പാത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊരു ഡിന്നറിന് പോകാമെന്ന് കരുതി. എവിടെ പോകുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ വേറൊരു മനസ്സിലേക്കൊരു പേര് പെട്ടെന്ന് ഓടി വരുന്നില്ല. അപ്പോൾ തന്നെ എബിൻസ് റെസ്റ്റോറൻറ്റിൽ വിളിച്ചു ചോദിച്ചു അവരുടെ മെനു അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവർ ഒരുപാട് ഐറ്റംസിൻ്റെ ലിസ്റ്റ് വന്നു കേട്ടോ. ഫസ്റ്റ് ദിവസം പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല മീനും കപ്പയും പുട്ടും ബീഫും അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ചെന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവരുടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാൽക്കപ്പ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിന്നർ ടൈമിലാണ് പോയത്. പാൽക്കപ്പ ഉണ്ടായിരുന്നു, കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു, ബീഫ് വിന്താലും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സാധനവും ട്രൈ ചെയ്തു കേട്ടോ. ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം കിടലും. പുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, ക്വാണ്ടിറ്റി കുറച്ച് ഇങ്ങനെ ഒരു ഓവറായിട്ടല്ല, അതുപോലെ ഒരുപാട് റേറ്റും ഇല്ല. കുറച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഒരു 250 കൂന്തൽ റോസ്റ്റിനൊക്കെ റേറ്റ് വന്നത്. ഇടിയപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പാൽക്കപ്പയുടെ കൂടെ കേര മുളകിട്ട കറി ഉണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തു. കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തു. ഞങ്ങൾ പല തരത്തിലുള്ള കോമ്പിനേഷൻസ് ട്രൈ ചെയ്തു. അതുപോലെ കുടിക്കാനായിട്ട് ജ്യൂസ് ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് അടിപൊളി കോഫിയും നല്ല സൂപ്പർ ലെമൺ ടീയും കിട്ടും. നല്ലൊരു ടേസ്റ്റിൽ എനിക്ക് ലെമൺ ടീം കോഫിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്താ പറയുക, എല്ലാം ഒരേപോലെ ടേസ്റ്റിൽ അധികം റേറ്റ് ഇല്ലാതെ നല്ല ആംബിയൻസിൽ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സും വയറും നിറയെന്ന് പറയില്ല, അതുപോലത്തെ ഒരു സ്പേസായി എബിൻസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്ത് അവരൊക്കെ പോയി ലഞ്ച് കഴിച്ചിട്ട് പറഞ്ഞു കിഡിലൻ ലഞ്ചായിരുന്നു, ഭയങ്കര ടേസ്റ്റാണ്. അവിടെ ബിരിയാണിയും സ്റ്റാർട്ട് ചെയ്തു, ബിരിയാണിയും കിഡിലനായിരുന്നു പറഞ്ഞു. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഈ പ്ലേസ് മിസ് ചെയ്യണ്ട, എന്തായാലും പോവും. കാർ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിട്ടുന്ന സ്പോട്ടാണ് കടവന്ത്രയിലുള്ള എബിൻസ് റെസ്റ്റോറൻറ്റ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു ബർത്ത്ഡേക്ക്. എന്നിട്ട് അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ലോഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി ഭയങ്കര ഡാൻസ് കളിക്കുക, നല്ല പാട്ടൊക്കെ അവരിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഡാൻസ് കളിയൊക്കെ ആയിട്ട് തകർത്തു എന്ന് പറഞ്ഞാൽ ഓരോ ബർത്ത്ഡേ ഞങ്ങൾ ശരിക്കും തകർത്തു. താങ്ക്സ് ടു എബിൻസ് റെസ്റ്റോറൻറ്റ് ആൻഡ് അവിടുത്തെ ടീം അംഗങ്ങളും അവിടുത്തെ സ്റ്റാഫിനുമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആക്കി തന്നതിന്. മോളുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പോയി നോക്കിക്കോളൂ കേട്ടോ. ഒരുപാട് തിരക്ക് വരുന്നതിന് മുമ്പ് വേഗം പോയി എക്സ്പീരിയൻസ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ.